അപ്പോൾ ബൈനറി സെർച്ച് ട്രീ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഇൻപുട്സ് തന്നിട്ടുണ്ട്, കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 45, 39, 56, 12, 34, 78, 32, 10, 89, 54, 67, 81 ഇങ്ങനെ കുറച്ച് നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. ഈ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബൈനറി സെർച്ച് ട്രീ വരയ്ക്കണം. അപ്പോൾ ബൈനറി സെർച്ച് ട്രീ വരയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം, നമുക്കൊരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും. ആ റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഈ റൂട്ട് നോഡിനേക്കാൾ ചെറിയ വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ചെറിയ വാല്യൂസ് ആയിരിക്കും കൊടുക്കുക. റൂട്ട് നോഡിൻ്റെ റൈറ്റ് സൈഡിൽ എപ്പോഴും വലിയ വാല്യൂസാണ് കൊടുക്കുക. ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു പാരന്റ് നോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ചെറിയ വാല്യൂസും അതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ വലിയ വാല്യൂസുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കാണുന്ന നോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് കാണുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ ആ 45നെ ഞാൻ എന്ത് ചെയ്തു, റൂട്ട് നോഡായിട്ട് ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, അതിന് ശേഷമുള്ള നമ്പർ എന്ന് പറയുന്നത് 39 ആണ്. ശേഷമുള്ള എലമെൻറ്റ് 39 ആണ്. സോ ഈ 39 നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റിലാണല്ലോ റൈറ്റിലാണോ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കണ്ടേ. സോ ഇവിടെ 45നേക്കാൾ ചെറുതാണോ 39 അതോ വലുതാണോ 39 എന്നാണ് നോക്കണ്ടേ. ഇവിടെ 45നേക്കാൾ ചെറുതാണ് 39. സോ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് സൈഡിലോട്ടൊരു നോഡ് വരച്ചിട്ട് അങ്ങനെയാണ് 39 മാർക്ക് ചെയ്യേണ്ടത്. അടുത്തത് 56 ആണ്. 56 എന്ന് പറയുന്നത് 45നേക്കാൾ ചെറുതാണോ വലുതാണോ ചെക്ക് ചെയ്യണം. ഇവിടെ 45നേക്കാൾ വലുതാണ് നമ്മുടെ 56. സോ റൈറ്റ് സൈഡിലേക്ക് ഒരു നോഡ് മാർക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, 56 വരയ്ക്കാൻ. അടുത്ത എലമെൻ്റാണ് 12 ആണ്. 12 എന്ന് പറയുന്നത് 45നേക്കാൾ വലുതാണോ ചെറുതാണോ ചെക്ക് ചെയ്തു. അപ്പോൾ 45നേക്കാൾ ചെറുതാണ്. സോ ഇങ്ങോട്ട് വരണം നമ്മൾ. പിന്നെ 39നേക്കാൾ ചെറുതാണോ വലുതാണോ ചെക്ക് ചെയ്യണം. ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഓൾറെഡി 39 മാർക്ക്ഡ് ആണ്. സോ 39നേക്കാൾ ചെറുതാണോ വലുതാണോ 12 എന്ന് നോക്കണം. 39നേക്കാൾ ചെറുതാണ്. സോ 39ൻ്റെയും കൂടെ എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിലേക്ക് വരയ്ക്കാം. ഇനി അടുത്ത് 34 ആണ്. 34 എന്ന് പറയുന്നത് 45നേക്കാൾ ചെറുതാണ്. സോ ഈ സൈഡിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 39 ഉണ്ട്. 39നേക്കാൾ ചെറുതാണോ വലുതാണോ 34 എന്ന് പറയുന്നത്, ചെറുതാണ്. സോ ലെഫ്റ്റ് സൈഡിലേക്ക് വരച്ചു. 12നേക്കാൾ ചെറുതാണോ വലുതാണോ 34 എന്ന് ചോദിച്ചു. 12നേക്കാൾ വലുതാണ്. സോ ഇങ്ങോട്ട് വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, 34 മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് കൺഫ്യൂഷൻ വരിക. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഈ 39ൻ്റെ റൈറ്റ് സൈഡിൽ 34 വരച്ച് വെക്കാറുണ്ട്. അത് മിസ്റ്റേക്കാണ്. കാരണം 39നേക്കാൾ വലിയ വാല്യൂ അല്ല 34 എന്ന് പറയുന്നത്. വലിയ വാല്യൂസ് ആണെങ്കിൽ മാത്രമാണ് ഈ റൈറ്റ് സൈഡിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. അതായത് 39നേക്കാൾ വലുതും ആവണം, 45നേക്കാൾ ചെറുതും ആവണം. ഒരു 43 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റ് ഇതിന് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 39ൻ്റെ റൈറ്റ് സൈഡിൽ 43 വരയ്ക്കാം. 45നേക്കാൾ ചെറുതാണ് 43, 39നേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ വരയ്ക്കാം. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു എലമെൻ്റ് ഇല്ല. പിന്നെ അടുത്ത് 34 കഴിഞ്ഞ് 78 ആണ്. 78 എന്ന് പറയുന്നത് 45നേക്കാൾ വലുതാണ്. സോ ഈ സൈഡിലോട്ട് നമ്മൾ മൂവ് ചെയ്തു. പിന്നെ അടുത്തത് 56നേക്കാൾ വലുതാണോ ചെറുതാണോ ചെക്ക് ചെയ്തു. 56നേക്കാൾ വലിയ വാല്യൂ ആണ് 78 എന്ന് പറയുന്നത്. സോ ഇങ്ങോട്ട് നമ്മൾ ഒരു നോഡ് മാർക്ക് ചെയ്തിട്ട് വരച്ചു. ഇനി അടുത്ത് 32 ആണ്. 32 എന്ന് പറയുന്നത് 45നേക്കാൾ ചെറുതാണ്. 39നേക്കാൾ വലുതാണോ ചെറുതാണോ ചെക്ക് ചെയ്തു. 39നേക്കാൾ ചെറുതാണ്. സോ ഇങ്ങോട്ട് വന്നു. 12നേക്കാൾ വലുതാണോ ചെറുതാണോ ചെക്ക് ചെയ്തു. 12നേക്കാൾ എന്താ, വലിയ വാല്യൂ ആണ് 32 എന്ന് പറയുന്നത്. സോ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇവിടെ 34 ഉണ്ട്. 34നേക്കാൾ വലുതാണോ ചെറുതാണോ ചെക്ക് ചെയ്തു. 34നേക്കാൾ ചെറിയ വാല്യൂ ആണ് 32. സോ ഇങ്ങോട്ട് ഒരു ആരോ മാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് 32 നമ്മൾ വരയ്ക്കേണ്ടത്. അടുത്താണ് 10 ആണ്. 10 എന്ന് പറയുന്നത് എവിടെയായിരിക്കും അപ്പോൾ വരയ്ക്കാം, 45നേക്കാൾ ചെറുതാണ്. 39നേക്കാൾ ചെറിയ വാല്യൂ ആണ് 10. 12നേക്കാൾ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ടാണ് ആരോ മാർക്ക് ചെയ്യേണ്ടത്, ഇങ്ങോട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് നോഡ്. അടുത്ത 89 ആണ്. 89 എന്ന് പറയുന്നത് 45നേക്കാൾ വലുതാണ്. 56നേക്കാൾ വലുതാണ്. 78നേക്കാളും എന്താണ്, വലുതാണ്. സോ 89 നമ്മൾ ഇവിടെ വരച്ചു. അടുത്ത 54 ആണ്. 54 എന്ന് പറയുന്നത് 45നേക്കാൾ വലുതാണ്. 56നേക്കാൾ ചെറുതാണ്. സോ 56നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരയ്ക്കണം. 54 എന്ന് കൊടുത്തു. അടുത്ത 67 ആണ്. 67 45നേക്കാൾ വലുതാണ്. നമ്മുടെ 56നേക്കാൾ വലുതാണ്. പക്ഷെ 78നേക്കാൾ ചെറുതാണ്. സോ എന്ത് വേണം, ഇങ്ങോട്ട് ഒരു ആരോ മാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് 67 വരയ്ക്കേണ്ടത്. അടുത്താണ് 81 ആണ് വാല്യൂ. 81 എന്ന് പറയുന്നത് 45നേക്കാൾ വലുതാണ്. 56നേക്കാൾ വലുതാണ്. 78നേക്കാൾ വലുതാണ്. 81 എന്ന് പറയുന്നത് പക്ഷേ 81നേക്കാൾ ചെറുതാണ്. സോ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് 81 എന്ന് പറയുന്നത് മാർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബൈനറി സെർച്ച് ട്രീ വരിക. നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ടത് റൂട്ട് നോഡിൻ്റെ അല്ലെങ്കിൽ ഒരു പാരന്റ് നോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ നമ്മൾ ചെറിയ വാല്യൂസും അതിൻ്റെ റൈറ്റ് സൈഡിൽ വലിയ വാല്യൂസുമാണ് കൊടുക്കുക. ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വേണം.
അല്ലെങ്കിൽ ഡൗട്ട് അടിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന നോഡിനെ എപ്പോഴും റൂട്ട് നോഡായിട്ട് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുക. ഇവിടെ 12 എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ നമ്മൾ 45നേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മൂവ് ചെയ്തു. 39നേക്കാൾ വലുതാണോ ചെറുതാണോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. 39നേക്കാൾ ചെറുതാണ് 12 എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത്. 39നേക്കാൾ വലിയൊരു വാല്യൂ ആയിരുന്നെങ്കിൽ, ഒരു 43 ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് മാർക്ക് ചെയ്തിരുന്നത്. അതേപോലെ 89 എന്നൊക്കെ പറയുന്ന വാല്യൂ 45നേക്കാൾ വലുതാണ്. 56നേക്കാളും വലിയ വാല്യൂ ആയതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. 78നേക്കാളും വലിയ വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് മൂവ് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു നോഡ് വരച്ചത്. ആ കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇനിയിപ്പോൾ 81ൻ്റെ കേസ് പറയുകയാണെങ്കിൽ 45നേക്കാൾ വലിയ വാല്യൂ ആണ്. സോ 45ൻ്റെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. 56നേക്കാൾ വലിയ വാല്യൂ ആയതുകൊണ്ട് 56ൻ്റെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. 78നേക്കാൾ വലിയ വാല്യൂ ആണ് 81. സോ 78ൻ്റെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. 89നേക്കാൾ ചെറുതാണോ വലുതാണോ ചെക്ക് ചെയ്തപ്പോഴാണ് 89ൻ്റെ ചെറിയ വാല്യൂ ആണ്. 89നേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് വേണം 81നെ മാർക്ക് ചെയ്യാൻ. ഇങ്ങനെയാണ് ഒരു ബൈനറി സെർച്ച് ട്രീ സിമ്പിളായിട്ട് വരയ്ക്കുക. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നല്ല രീതിക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.